നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവളുടെ മനസ്സ് അവൾക്കിത് ഇഷ്ടമാണെങ്കിലോ? അവൾക്ക് 10-20 വയസ്സായില്ലേ മോനെ? നമ്മൾ എന്തുമാത്രം വിവാഹങ്ങൾ ആലോചിച്ചു. എന്തിനെങ്കിലും അവള് സമ്മതിച്ചിട്ടുണ്ടോ? അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഇതാണെങ്കിൽ. അവൾ ഉറങ്ങിയോ? ഇല്ല, അതേ കിടപ്പ് കിടക്കുക. ആഹാരമാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. നേരം വെളുത്തിട്ട് അവളോടൊന്ന് ചോദിക്കാം. നേരം കുറേയായി, നീയും പോയി കിടന്നുറങ്ങിക്കോ. ചന്ദ്ര, ശ്യാമ എഴുന്നേറ്റോ? അതിന് അവൾ ഇന്നലെ ഉറങ്ങിയിട്ട് വേണ്ടേ? അവക്ക് ചായ കൊടുത്തോ? വേണ്ടെന്ന് പറഞ്ഞു. അമ്മയെ ചായ ഇങ്ങനെ. ശ്യാമേ, ഈ ചായ കുടിക്ക്. എടി പെണ്ണെ, എണീക്കാൻ. കല്യാണപ്രായമായ സ്വന്തം പെങ്ങൾ ഒരു അന്യപുരുഷന്റെ കൂടെ, അത് ഓപ്പൺ എയറിൽ വെച്ച് റൊമാൻസ് കളിക്കുന്നത് കണ്ടാൽ ഒരടി കൊടുക്കാന്നുള്ളത് നാട്ടുനടപ്പാ. അതൊരു സഹോദരന്റെ കടമയല്ലേ? ഞാൻ ഒരടിയല്ലേ അടിച്ചോളൂ, നീ വേണേ 2 അടി തിരിച്ചടിച്ചു. ദാ, ആദ്യമേ ചായ കുടിക്ക്, അത് കഴിഞ്ഞ അടി. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ചേട്ടനോട് വേണ്ട പറയാൻ. ഞാൻ ശരിയാക്കി തരില്ലായിരുന്നു. അമ്മേ, ഒത്തിരി കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഇനി അളിയന്റെ പടത്തിൽ ഞാനൊരു വിലസും. ശ്യാമേ, നീ കൂടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. മോനെ, നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഒന്ന് ക്ഷമ പറഞ്ഞേക്ക്. പാവം, അവൻ ആകെ അപ്സെറ്റ് ആയി കാണും. അല്ലമ്മേ, വിശ്വനെ ഫേസ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ചമ്മല്. ഞാൻ ഇന്നലെ അവന്റെ കോളറെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ കാണിച്ചതല്ലേ. പിറ്റേ ദിവസം തന്നെ കല്യാണാലോചനയായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞ. നീ എന്തിനാ കുരുത്തക്കേടൊക്കെ കാണിക്കാൻ ഓ, അത് ശരി. പുന്നാരമൊക്കെ പ്രേമം വന്നപ്പോ അച്ഛനും അമ്മയും സപ്പോർട്ട്. ബാക്കിയുള്ളവൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണിനെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കി വാശിക്കായിരുന്നു അച്ഛൻ അമ്മയെ അടി. മതി, നിന്റെ ഈ തമാശയൊക്കെ ഒന്ന് കള. നീ ഇന്ന് വിശ്വനെ കാണുകയാണെങ്കിലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോര്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉത്സവത്തിന് പോകാം. ഓ